ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹി ചെങ്കോട്ടയുടെ ബുർജിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തുടർച്ചയായി 13ാം തവണയാണ് അദ്ദേഹം ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തോട് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യം ആക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 140 കോടി ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത് കൈവരിക്കാനാകും. മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാതെ ഇന്ത്യ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ദേശീയ ഗീതമായ വന്ദേ ഭാരതത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ഔദ്യോഗിക ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചതിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ പദ്ധതികൾ ഇപ്പോൾ മിഷൻ മോഡിലാണ് പ്രവർത്തിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ മേഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ ആഗോള വിപണി കീഴടക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 2047 രാജ്യത്തെ ആണവോർജ ഉൽപ്പാദനശേഷി 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. കൂടാതെ ഇന്ത്യ 2030 ലക്ഷ്യമിട്ടിരുന്ന പുനരുപയോഗ ഊർജ ലക്ഷ്യങ്ങൾ സമയപരിധിക്ക് മുന്നേ കൈവരിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഗഗയാൻ ദൗത്യത്തിൻ്റെ പുരോഗതിയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ നേട്ടത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ഇന്ത്യയിൽ നിലവിൽ 300-ലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രളയക്കെടുതി നേരിടുന്ന കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആശ്വാസമേകുകയും ദുരന്തമുഖത്ത് രാജ്യം മുഴുവൻ അവർക്കൊപ്പം നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു.